ഹലോ, ഇത് രാരിമോളുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഫ്ലോറ ഫാൻറ്റസിലേക്കാണ് പോകുന്നത്. ഞങ്ങളൊരു 8:15 സമയത്ത് സ്കൂളിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെത്തിയ സമയത്ത് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പാരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് കുട്ടികളെ നമ്പറും അല്ലെങ്കിൽ പേരൊക്കെ വിളിച്ച് നമ്മൾ റെഡിയാക്കി നിർത്തുമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലൈനായിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിട്ട് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പിന്നെ ബസ്സിലേക്ക് കയറുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പ്രിൻസിപ്പൾ വന്നിട്ട് എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞ് എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവർ ഇവിടുന്ന് ഇറങ്ങിയത്. പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരെയും 2 ബസ്സാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡുമാണ് ടൂർ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ കുട്ടികളെ വേറെ ബസ്സിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വേറെ ബസ്സിലും അങ്ങനെയാണ് ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പേര് വിളിച്ച് ബസ്സിലേക്ക് കയറ്റി. ആ സമയത്ത് നമ്മൾ മനസ്സിൽ മോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് UKG എന്നൊക്കെ പോയിട്ട്, പക്ഷെ ഇത്ര ദൂരം ആദ്യമായിട്ടാണ്. മറ്റത് നിലമ്പൂർ ഭാഗത്താണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് വളാഞ്ചേരി കുറച്ച് ദൂരമുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് മനസ്സിൽ. പക്ഷേ ടീച്ചേഴ്സെല്ലാം നല്ല സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പം അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബസ്സിൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ടാറ്റ കാണിച്ചിട്ടും ഫ്രണ്ട്സിനൊക്കെ ഉള്ള ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നത്. പക്ഷെ ഞങ്ങൾ മനസ്സിൽ ഭയങ്കര ആദ്യമായിരുന്നു. തിരിച്ച് വീട്ടിൽ നമുക്ക് ടെൻഷൻ ആവുമല്ലോ, എന്താവും ചെയ്യണ്ടാവുക. പിന്നെ വാട്ടർ പാർക്ക് ആകുമ്പോൾ ഭയങ്കര നമുക്ക് പ്രശ്നമുള്ള സ്ഥലമാണല്ലോ. പക്ഷെ ഒന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് സ്കൂളുകാർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. പിന്നെ കുറച്ച് സമയമായപ്പോൾ തന്നെ ബസ് എത്തി കേട്ടോ. ഞങ്ങൾക്ക് അപ്ഡേഷൻ ഇങ്ങനെ അവർ കറക്റ്റായിട്ട് തരുന്നുണ്ടായിരുന്നു എവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ആയിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം വന്നത് സെക്കൻഡ് ബസ്സാണ്, പിന്നീട് മോൾഡ് ബസ് വന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരായി പേര് വിളിച്ചിട്ട് ഇറക്കി. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മോൾക്കാണെങ്കിൽ പറയാൻ ഒരുപാട് കഥകളായിരുന്നു കേട്ടോ. ഈ ഒരു മൊമെൻറ്റ്സ് ഈ ചെറുപ്പത്തിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ പോകുന്ന ട്രിപ്പുകൾ, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന എൻജോയ് മൊമെൻറ്റ്സ് അവരുടെ മനസ്സിൽ എന്നും മനസ്സിൽ നല്ല നല്ല ഓർമ്മകളായിട്ട് അവർക്ക് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ മക്കളെ അനുവദിക്കുക. ഓക്കെ, താങ്ക് യു.